എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് കാർത്തിക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസ് വെച്ചിട്ട് ഒരു റോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ആ റോൾ ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകൾ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ 300 ഗ്രാമാണ് ചെറിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത ചെറിയ ഉള്ളി, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. പൊടികളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഫ്രഷ്ലി ഗ്രൗണ്ടഡ് ബ്ലാക്ക് പെപ്പറും പിന്നെ ഹോം മെയ്ഡ് ഗരം മസാല. ഈ റെസിപ്പിയുടെ മെയിൻ താരമാണ് ഈ റൈസ് പേപ്പർ. ഈ റൈസ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്മീൻ റോസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റാം. ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലേശം ഉപ്പ്, പൊടിക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തിട്ട് ഈ ചെമ്മീൻ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. വെളിച്ചെണ്ണ, ചെമ്മീൻ ഫ്രൈ ആയി നമുക്കൊന്ന് കോരി മാറ്റാം. നമുക്ക് ബാക്കി വന്ന ഓയിലിനകത്ത് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. ആദ്യം നേരത്തെ നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് സ്ലൈസ് ചെയ്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരണം, അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ചെറിയ ഉള്ളി ബ്രൗൺ ആയതുകൊണ്ട് നമുക്കൊന്ന് മസാലകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ലേശം ഉപ്പിട്ട് കൊടുക്കാം, ലേശം മഞ്ഞൾപ്പൊടി, അതിനേക്കാളും കൂടുതൽ മുളക് പൊടി, മുളക് പൊടിനേക്കാളും കൂടുതൽ മല്ലിപ്പൊടി. ഇതൊക്കെ ഇട്ടിട്ട് ഒരു 30 to 45 സെക്കൻഡ്സ് ഒന്ന് സ്ലോ ഫയറിൽ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്ത ചെമ്മീനകത്ത് ഇടാം. നമുക്കൊരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. പ്രോൺസും കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇനി 2 ചേരുവകൾ കൂടി ഇതിനകത്ത് നമുക്ക് ചേർക്കാം. നമുക്ക് ക്രഷ് ചെയ്ത പെപ്പർ, പിന്നെ കുറച്ച് ഗരം മസാല എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ഒരു ബൗളിനകത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ട് തണുപ്പിക്കാൻ വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് റൈസ് പേപ്പറിനകത്ത് ഫോൾഡ് ചെയ്യാം. ഈ റൈസ് പേപ്പർ ഒന്ന് നമുക്ക് റീഹൈഡ്രേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. പാൻ ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പുറമെ ഒരു ഗോൾഡൻ ക്രസ്റ്റ് വന്നാൽ മതി. ഇത് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ ഗൈസ്, നമ്മളുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 പേരെയാണ് വിളിക്കാൻ പോകുന്നത്, നിശാന്ത് ആൻഡ് രോഹിത്. നമ്മൾ കൊള്ളാം, അടിപൊളി, നല്ല ടേസ്റ്റ്. അതിൻ്റെ ഇതല്ലേ ഫില്ലിംഗ് മസാല, ഇതിൻ്റെ മസാല അടിപൊളി, രക്ഷയില്ല. മസാല രക്ഷയില്ല, അടിപൊളി. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. രോഹിത്തും നിശാന്തിനും ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഈ റമദാൻ കഴിയുന്ന മുമ്പ് തന്നെ ട്രൈ ചെയ്തിരിക്കുന്നതാണ്.